കുട്ടിപ്പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ +971 5263 10876. കുട്ടുമ്മ കുട്ടു കുട്ടുമ്മ കുട്ടു കുട്ടുമ്മ കുട്ടു സുപ്പടിദാന കുട്ടുമ്മ കുട്ടു കുട്ടുമ്മ കുട്ടു സുപ്പടിദാന കുട്ടുമ്മ കുട്ടു 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 കുട്ടുമ്മ കുട്ടു കുട്ടുമ്മ അവിടെ ഒരു കുട്ടുമാ കുട്ടു ഇപ്പൊ കിട്ടിയപ്പോ അവക്ക് അങ്ങ് കിട്ടി. 30-35 വയസ്സായ ഒരു പെണ്ണെ തറവാടിന് മുന്നിൽ കിടന്ന് അങ്ങോട്ട് ഡാൻസ് ചെയ്യാ. അതാണോ പദവി? നമ്മുടെ ഉമ്മറപ്പടിയിൽ ആരെങ്കിലും ഇങ്ങനെ ഡാൻസ് ചെയ്യോ? ഈ ഉമ്മറത്തെ ഉമ്മറ വീടിന്റെ മുൻവശം ആ ഉമ്മറം. അപ്പൊ വീടിന്റെ പിൻവശം എന്താ? ജോസ് പ്രകാശ അകങ്കാരി ധിക്കാരം പറയുന്നു. 10-25 വയസ്സായി വീട് പെര നിറഞ്ഞു നിൽക്കുന്നു. ഈ പെരയും പൊളിച്ച് മതിലും പൊളിച്ച് അവിടെ നിൽക്കുന്ന ഒരു മരത്തിൽ ചാജി പോവേണ്ട പെണ്ണാ. വീട്ടിനകത്ത് തന്നെ അവള് കയറി നിൽക്കുന്നവള്. എവക്കട അച്ഛൻ മരിച്ചതിന് ശേഷം എന്റെ കയ്യിൽ എവിടെ തരുമ്പോ 8 വയസ്സാ. ഇത്രയും നാളും ഈ വീട്ടിലെ ജോലികൾ മൊത്തം നോക്കണം ഞാനും. അമ്മമ്മേ എന്തിനാ ഇങ്ങനെ വിഷമിക്കണേ? അമ്മമ്മക്ക് ഞാനില്ലേ? നാട്ടുവേദനിക്കുന്നുണ്ടോ? എനിക്ക് വയ്യ. എനിക്ക് കാലുവേദന ഉണ്ടോ? എനിക്ക് വയ്യ. എനിക്ക് തലവേദന ഉണ്ടോ? ഇപ്പൊ പറയണില്ലേ എന്താ? കഴുത്ത് വേദനിക്കുന്നെന്ന്. കാരണം എന്റെ കയ്യല്ലേ എവിടെ ഇരിക്കണം. ഞാൻ എന്റെ കൈ എവിടെ കൊണ്ട് വെക്കും? അവിടെ വേദനിക്കുന്നുണ്ടോ ഇവിടെ വേദനിക്കുന്നുണ്ടോ? അഹങ്കാരി കൊച്ച്. ഒരു കാര്യം ഞാൻ പറയാം. മുത്തശ്ശി പറയണത് കേട്ട് അങ്ങോട്ട് ജീവിക്കാ കേട്ടോ. എന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു ഇല്ലത്ത് അങ്ങോട്ട് ജനിക്കണോന്നുള്ളത്. ഇല്ലത്ത് ജനിക്കാൻ പറ്റാത്തതുണ്ട്. ഇല്ലത്തിന്റെ വേഷമിട്ട് ഞാൻ ഇങ്ങോട്ട് നല്ല വേഷം നാട്ടുകാരെ കൊണ്ട് പറയിക്കാനായിട്ട്. നാട്ടുകാരെ എന്താ പറയണേ അറിയോ? എന്ത് പഴയ കാലഘട്ടത്തിലാണ് നിന്റെ അമ്മമ്മ ജീവിക്കണം. അമ്മമ്മ നോക്കേ, ഞാനൊക്കെ ഇപ്പോഴത്തെ ട്രെൻഡിനനുസരിച്ച് എന്ത് സുന്ദരമായിട്ട് നടക്കണം. അമ്മമ്മക്ക് ഇങ്ങനെ നടന്നൂടെ? എനിക്ക് നിങ്ങളത്ര പരിഷ്കാരം അങ്ങോട്ട് വേണ്ടു കുട്ടിയെ. നീ നിന്റെ കാര്യം അങ്ങോട്ട് നോക്ക. അമ്മമ്മേ ഞങ്ങള് കോളേജിൽ നിന്ന് ടൂർ പോവാട്ടോ. എവിടാ പോണേ? കൊടൈക്കനാല്. കൊടൈക്കനാലാണ് പോണെങ്കി ഞാനും അങ്ങോട്ട് വരുന്നുണ്ട്. അവിടെ ഭയങ്കര തണുപ്പാ. തണുപ്പ് മുത്തശ്ശിക്ക് കുഴപ്പമില്ല ഉണ്ണിയുള്ളേ. തണുപ്പ് കുഴപ്പമില്ലാത്രേ. ഞാൻ അടുക്കളയിൽ ഫ്രിഡ്ജ് തുറന്നാ മുറിക്കകത്തിരുന്ന കിടകിടാന്ന് പല്ല് കിടക്കണ ഒച്ച എനിക്ക് അടുക്കള നിന്നാ കേക്കാം. അല്ലെങ്കിൽ ഇങ്ങനെ ധിക്കാരമേ പറയത്തുള്ളൂ. അല്ലെങ്കിൽ എന്നെ തോപ്പിക്കാൻ ആർക്കൊട്ടും പറ്റത്തില്ല. ഈ ആഞ്ഞിലിക്കുരി തറവാട്ടിലെ പ്രഭാവതിക്ക് ഒരു അന്തസിംഗടി ഉണ്ട്. ഒരു ആഞ്ഞിലിക്കുരി തറവാട് നാണക്കേടാ. എവിടെയെങ്കിലും പോയി അഡ്രസ് ചെയ്തുമ്പോ ആഞ്ഞിലിക്കുരി തറവാട് എന്തൊരു നാണക്കേടാന്നറിയോ? അതിനൊരു കഥയുണ്ട്. ഞങ്ങളുടെ തറവാടിന്റെ മുറ്റത്തൊരു ആഞ്ഞിലിയുടെ മരം ഉണ്ടായിരുന്നു. അതിന്റെ കുരു തിന്നാ നമ്മുടെ വിശപ്പങ്ങടെ അടക്കിയിരുന്ന അറിയാമോ? അതിന്റെ ഓർമ്മയ്ക്ക് വേണ്ടിയാ നമ്മൾ ആഞ്ഞിലിക്കുഞ്ഞ് തറവാടെന്ന് ഇട്ടിരിക്കണേ. അയ്യോ ഭഗവാനെ, പഴമൊന്നും തിന്നാഞ്ഞ ഭാഗ്യം ഇല്ലേ. പഴം വഴിക്ക് തറവാടെന്ന് പറഞ്ഞേ. അമ്മമ്മ ഇത്ര ദേഷ്യപ്പെടണേ എന്തിനാ? അമ്മമ്മക്ക് നല്ല ആയുസ് ആരോഗ്യം കിട്ടാൻ വേണ്ടിട്ടല്ലേ ഞാൻ എന്ന് ക്ഷേത്രത്തിൽ പോയി പാൽപ്പായസം നേദിച്ചോണ്ടോന്ന് തരണേ. ആ പാൽപ്പായസം കുറിച്ച് ഷുഗർ ഇപ്പൊ 42 ആയിരിക്കും. എനിക്ക് തോന്നണത് ഇത് എന്നോടുള്ള സ്നേഹം കൊണ്ടല്ല. എന്നെ അങ്ങോട്ട് മേലോട്ട് അങ്ങോട്ട് എടുക്കണം. ഞാൻ എന്ത് പറഞ്ഞാലും അമ്മമ്മക്ക് അപ്പടി പ്രശ്നം. ഞാൻ പോവാ ഇവിടുന്ന്. അങ്ങനെയൊന്നും ഈ പ്രഭാവതിയെ തോപ്പിക്കാൻ ആർക്കും അങ്ങോട്ട് കഴിയില്ല. എല്ലാം എന്റെ ദൈവത്തിന് ഞാൻ കൊടുത്തിരിക്കുന്നു. വൃന്ദാവന നികുഞ്ചങ്ങളില്ലാതെ നീ ചന്ദനം മാറില്ല നിന്റെ മന്ദസ്മിതത്തിൽ ഞാൻ ഗുരുവായൂരപ്പാ നിന്റെ രഹസ്യം. ഗുരുവായൂരപ്പാ നിൻ രഹസ്യം. ഒരു രഹസ്യം അങ്ങോട്ട് പറഞ്ഞോണ്ടിരിക്കല്ലേ. അതിന്റെക്ക് ഇങ്ങനെ തോണ്ടാൻ പാടുണ്ടോ? ഇവിടെ എന്താ സംഭവിച്ചിരിക്കണേ? ഒന്നും ഇങ്ങോട്ട് നിശ്ചയില്ല. ആരോ ഇങ്ങോട്ട് വരണു പോണു. പ്രായം കുറെ ആയതല്ലേ, ചിന്തകൾ മാറി വരും. വൃന്ദാവന നികുഞ്ചങ്ങളില്ലാതെ നീ ചന്ദനം മാറിലണിയും നിന്റെ മന്ദസ്മിതത്തിൽ ഞാൻ. ആരാ പറഞ്ഞിട്ട് പോ
പറഞ്ഞിട്ട് പോ. ഇതെന്താ ഇവിടെ സംഭവം? ഒന്നും നിൽക്കില്ല. ഞാൻ ഇങ്ങോട്ട് പ്രാർത്ഥിക്കണു, ആരോ ഇങ്ങോട്ട് വരണു, ആരോ അങ്ങോട്ട് പോണു. ഇത് എന്താണെന്ന് നിശ്ചയം കിട്ടില്ല. ദേഷ്യം വരും. അവിടെ കട വെയിലത്ത് കട പാവ അഴിച്ചു വിടാന്ന് വിചാരിച്ചപ്പോ വലിക്കണം. നീ അവിടെ കിടന്ന് പുല്ല് തിന്ന് അവിടെ കട വെയിൽ. ആരാ ആരാ നിങ്ങളെ കൊണ്ടുപോകാൻ വന്ന കാലന. കുപ്പി നിറച്ച് സ്പ്രേ ഉള്ള സമയത്ത് ആർക്കും വേണ്ടായിരുന്നു. സ്പ്രേ തീർത്ത് പാടപ്പുറത്ത് കൊണ്ട് കളഞ്ഞപ്പോ ആക്രിക്കാർ പറക്കാൻ വന്നിരിക്കണേ. ആരെന്ന് വിചാരിച്ചിട്ടായി പറയുന്നേ? 8ാം ക്ലാസ്സിൽ എന്നോട് പഠിച്ച ബാലനല്ലേ, പ്രേമിച്ച ബാലൻ. എന്റെ ഭാര്യ പിന്നെ ആരാ? നാം കാലനാണ്. നിങ്ങളെ കൊണ്ടുപോകാൻ വന്ന കാലൻ. ആര് കാലൻ ആര് കാലനാണ്. കുലദേവതകളെ ഓടി വായോ. എന്റെ കോളകാരം വന്നേ. ചാക്കിട്ട് വന്നതാണ്. പിൻവലിക്കാൻ പറ്റത്തില്ല. പൈസ കാലത്ത് തന്നെ ഓടിക്കാൻ. പൈസ കാലത്ത് ഓടിക്കാൻ അത് ഞാൻ പറയണ്ടല്ലേ. നിങ്ങൾ പറഞ്ഞില്ലല്ലോ. നിങ്ങൾ പറയത്തുണ്ടല്ലോ. ഞാൻ കയറി അടിച്ചു. പോ കാലായി ഇവിടെ നിൽക്കാതെ പോ. ഇങ്ങോട്ട് കയറി വരുന്നേ. എനിക്ക് പറ്റത്തില്ല പോവാൻ. അങ്ങനെ പോകാൻ പറ്റത്തില്ല. ഇങ്ങോട്ട് വൈകി കയറി. എനിക്ക് ഡൗട്ട് ഉണ്ട്, ഇത് കാലനാണോ എന്ന് എനിക്കൊരു സംശയം. ഇത് കാലനൊന്നുമല്ല. സംഭവം എന്നറിയാമോ? പോത്തില്ല. എന്റെ വായിരിക്കുന്ന എന്റെ കയ്യിൽ നിന്ന് കിട്ടും. പ്രായപൂർത്തിയായ ഒരു പെണ്ണും ഒരു അമ്മൂമ്മയൊക്കെയുള്ള വീടാ. അവൻ പറഞ്ഞു ഇവിടുന്ന് പോത്തില്ല. പോകത്തില്ലെന്നല്ല പറഞ്ഞത്. എന്റെ കൂടെ ഒരു പോത്തുണ്ടാവുമല്ലോ, ആ പോത്തില്ല. പോത്തെവിടെ പോയി? പോത്തെവിടെ പോയി? സംഭവം വേറൊന്നുമല്ല. ഇപ്പൊ പഴയതുപോലെ വർക്കില്ല. ഓ വെട്ട് കുത്ത് ആക്സിഡന്റ് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കുറവാണ്. അങ്ങനെ പോത്തിനാണെന്നുണ്ടെങ്കിൽ ഞാൻ EMI എടുത്തേ. അതിന് അടയ്ക്കാൻ ആ പൈസ അടയ്ക്കാത്തോണ്ടാണെങ്കിൽ അവൻ വന്നാണെങ്കിൽ വീട്ടിലിരിക്കുന്നത്. അങ്ങനെ ഞാൻ എന്റെ പോത്തിനെ ഞാൻ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് അഭിനയിക്കാൻ വിട്ടിരിക്കുന്നു. ഓ സിനിമയില് രാജമാണിക്യത്തിലെ മറ്റേ വില്ലനെ കുത്തിക്കൊന്ന എന്റെ പോത്തല്ലേ. ഓ മറ്റേ സിനിമ ഉണ്ടല്ലോ, മറ്റേ ജോസ് മല്ലീസിന്റെ മോയ് ജല്ലിക്കെട്ട്. ആ ജല്ലിക്കെട്ട് സിനിമയിൽ ത്രൂ ഔട്ട് എന്റെ പോത്താണ് അഭിനയിച്ചിരിക്കുന്നത്. ഇതിപ്പോ എങ്ങനെ ഇങ്ങോട്ട് വന്നത്? ഇന്ന് രാവിലെ ഒരു ചെറിയ വർക്ക് കിട്ടി. ഒരു സീരിയലില് കാലന്റെ പോത്തായിട്ട് അഭിനയിക്കാൻ പോയിരിക്കുക. പോത്ത് പോയിരിക്കുന്നു. ആ പോയി തട്ടി. പിന്നെ എന്ത് കാലനായിട്ട് നിങ്ങൾ പോത്തത്? കാലിനായിട്ട് ഞാൻ അഭിനയിക്കാൻ പോയാണ്. പക്ഷെ അവരെന്നെ അവിടെ നിന്ന് ഇറക്കി വിട്ടു. ഒരു ലൈഫ് ഇല്ലെന്ന് അഭിനയിക്കും. അതെനിക്ക് കുറെ കാര്യമാണ്. അതുകൊണ്ട് ഞാൻ ഒരു എരുമ അഡ്ജസ്റ്റ് ചെയ്യാൻ കൊണ്ടുവന്നത് കേട്ടോ. അതാണെങ്കിൽ ഓവർ ഡിമാൻഡ്. ഇത് പോലും ഇരിക്കുന്നുമില്ലല്ലോ. ആ കാര്യം എന്തോ ഡിമാൻഡാ? അതിന് പുല്ല് പറിച്ച് മിനറൽ വാട്ടറിൽ കഴുകി ജാം തേച്ച് കൊടുത്താലേ കഴിക്കുള്ളൂ. ഓ വാ പോവാം. അയ്യോ എനിക്ക് വരാൻ പറ്റത്തില്ലെന്ന്. അതെന്ന് പറയാൻ പറ്റത്ത. ആള് മാറി നിങ്ങൾ വിളിക്കാൻ വേണ്ടി വന്നേണ്. ആള് മാറിയിട്ടൊന്നുമില്ല. ഒന്നും പറയണ്ട. നമ്മളപ്പുറത്തെ വീട്ടിലെ ദാശായനി ഇന്ന് മരിക്കും നാളെ മരിക്കുമെന്നും പറഞ്ഞ് കിടന്നു. പക്ഷെ അവരെയല്ല നിങ്ങൾ കൊണ്ടുപോയത്. തൊട്ടപ്പുറത്ത് ഇറച്ചിക്കട നടത്തുന്ന റഹീമിനെ വന്ന് കൊണ്ടുപോയേക്കുന്നു. അതിന് കാരണമുണ്ട്. ഞാൻ ഇവരെ സുഖമല്ല അടക്കണം. ഇവരെ ഡേറ്റ് ആയപ്പോ ഞാൻ കൊണ്ടുപോകാൻ വേണ്ടിട്ട് വന്നപ്പോ ഈ ഇറച്ചിവെട്ടുകാരൻ റഹീമിന്റെ വീടിന്റെ സൈഡിൽ കൂടി ഒരു ഇടവഴി. ഇതിലെ അപ്പുറത്ത് പോണ ഈ അമ്മച്ചിന്റെ വീട്. അപ്പൊ പോത്തിനെ കൊണ്ടുപോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഈ റഹീമിന്റെ വീട്ടിലെ തെങ്ങിൽ കെട്ടിയിട്ട് പോയിട്ട് അവരെ എടുത്തോണ്ട് തിരിച്ചു വന്നപ്പോ എന്റെ പോത്തിനെ വെട്ടി തൂക്കിയിരിക്കുന്നു. ഞാൻ ചോദിച്ചത് എങ്ങനെയാടാ ഞാൻ ഇവരെ കൊണ്ട് പോകടാ എന്ന് ചോദിച്ചാൽ പറയണ അവന്റെ പഴയ MIT അവിടെ ഇരിക്കും, അതെടുത്തോണ്ട് പോവാൻ. അവൻ എന്ത് ചെയ്യണം? അതുകൊണ്ട് അമ്മച്ചി ഒരു 10 ദിവസത്തേക്ക് വിട്ടിട്ട് ഞാൻ അവനെ കൊണ്ടുപോയി. അവൻ ഞാൻ പണി കൊടുത്താ ഞാൻ കലമാനെ കാലമോനെ എന്നെ ഇപ്പം കൊണ്ടുപോവല്ലേ മോനെ? അല്ലല്ല കൊണ്ടുപോകും. ചിലപ്പോ ഡേറ്റ് മാറിയതായിരിക്കും. എന്റെ സമയം അല്ലായിരിക്കും. അല്ല ഇത് നമ്മൾ ചാർട്ടിട്ട് പറഞ്ഞാണ്. ചാർട്ടിട്ട് പിന്നെ മാറ്റൂല. പിന്നെ അത് സത്യമാണ്. വന്നേ പറ്റുള്ളൂ. അവിടെ എല്ലാം റെഡിയാക്കി വെച്ചിരിക്കും. നിങ്ങൾ വന്നേ പറ്റുള്ളൂ. ഞാനൊരു കാര്യം ചോദിച്ചോട്ടാ. എന്നെ കൊണ്ടുപോയി എണ്ണയിലൊക്കെ ഇട്ട് വറക്കുമായിരുന്നു. അതെന്താ അങ്ങനെ ചോദിച്ചാ? കൊളസ്ട്രോൾ ഉണ്ട് അതാ. ഓ എന്തോ പറയാനെന്ന് പറ. ഇവിടെ എണ്ണയ്ക്കും വില കൂടി, ഗ്യാസും ഇല്ലാതിരിക്കുന്ന സമയത്ത് എണ്ണ വല്ല കരിയിലേക്ക് കൂട്ടിയിട്ട് കത്തിച്ച. എനിക്ക് വരണേ കുഴപ്പമൊന്നുമില്ല. ഒരു കാര്യത്തിൽ സന്തോഷമുണ്ട്. എന്താ? പിള്ളേരുടെ അച്ഛനും അവിടെ ഉണ്ടല്ലോ, കാണാൻ പറ്റുമല്ലോ. ഭർത്താവ് മരിച്ചുപോയി. അയ്യോ അതെന്നായിരുന്നു? ഞാനല്ലേ അന്ന് ഡ്യൂട്ടിക്ക്. അതാരും ആയിക്കോട്ടെ പോട്ടെ. പിന്നെ എങ്ങനെ മരിച്ചു പുള്ളി? മാപ്പിള ലകളയിലാ മരിച്ചത്. പുള്ളി ചരിത്ര പുരുഷനായിരുന്നല്ലേ? ചരിത്ര പുരുഷനൊന്നും അല്ലായിരുന്നു. മാപ്പിള ലകളയിലുണ്ടെന്ന് പറഞ്ഞാ അത് ചെറിയൊരു സംഭവം. നമ്മളപ്പുറത്തെ വീട്ടിലെ സുഗന്ധീര മാപ്പിളയും ജാനകീര മാപ്പിളയും അപ്പുറത്തെ പൊടിച്ചീര മാപ്പിളയും കൂടി വെള്ളമടിയുടെ കേസിൽ എന്തോ ഒരു പ്രശ്നമുണ്ടായി. ഇത് കേട്ടോണ്ട് എന്റെ മാപ്പിള അതിന്റെ ഇടയിൽ ചെന്ന് ഇടപെട്ട് അവിടെ ഇരുന്ന കമ്പി കൊണ്ട് തലക്കടി കൊണ്ട് അവിടെ തീർന്നു. അത് ആ മാപ്പിള ലകളയെന്ന് ഞാൻ അങ്ങോട്ട് പറഞ്ഞത്. അല്ല മാപ്പിള സമയം കളയാ വരും പോവാ. എന്നെ കൊണ്ടുപോവില്ലേ? എന്നെ കൊണ്ടുപോയാൽ ഒരാൾ ഇവിടെ ഒറ്റയ്ക്കാവും. അച്ഛനും അമ്മയില്ലാത്ത കുട്ടിയായിട്ടോ. ഇത് എത്ര മൈലേജ് ഉണ്ട്? എന്തോന്ന് ഈ അച്ഛനും ഇല്ലാത്ത കുട്ടിയാട്ടോക്ക്?
കുട്ടി എന്റെ ഉണ്ണിമോൾ ഇവിടെ ഉണ്ട്, കൊണ്ടുപോകാൻ പറ്റത്തില്ല കേട്ടോ. ഓ ഉണ്ണിമോള് നിങ്ങളെ ഭർത്താവ് മാത്രമേ ഉള്ളൂ, ആ കുടുംബത്തിൽ വേറെ ആരും ഇല്ലേ? നിങ്ങൾ എന്താണ് തള്ള ഇങ്ങനെ കിടന്ന് പറയുന്നത്? എന്റെ സമയം കളയിക്കരുത്, വളരെ സമയം കുറവാണ്. നിങ്ങൾ വാ. വേറെ ചോദിക്കാൻ വേണ്ടി ഭർത്താവിന്റെ അനിയൻ ഉണ്ടായിരുന്നു. ഭർത്താവ് മരിച്ചതിന്റെ 2 ദിവസം കഴിച്ച് എന്റെ അനിയനും അങ്ങോട്ട് മരിച്ചിരിക്കണു. അയ്യോ, സഹോദര സ്നേഹം, അത്രയ്ക്ക് സ്നേഹമായിരുന്നു സഹോദരന്റെ അടുത്ത്. അല്ല പിന്നെ ഒരു ആത്മാർത്ഥ സുഹൃത്ത് തല്ലിക്കൊന്നതാ. ആത്മാർത്ഥ സുഹൃത്തുക്കളൊക്കെ എങ്ങനെയാണ് തല്ലിക്കൊല്ലുന്നത്? അത് പിന്നെ ആത്മാർത്ഥ സുഹൃത്തിന്റെ പെടയും വിളിച്ച് വീകാലം ടൂറിന് പോയ പിന്നെ സുഹൃത്തുക്കള് അവൻ പഞ്ചപാവായിരുന്നു. അത്ര പാവമൊന്നുമല്ല, കണ്ടോ എന്റെ ഭാര്യ വിളിച്ചോണ്ട് പോണോ? അല്ലെന്ന് പഞ്ചപാവ പാകണ്ട അവിടെ കിടന്ന് ഉറങ്ങും. സത്യമായിട്ടും അവന്റെ 7 മക്കളാണ് സത്യം. ചെറിയൊരു ലോജിക്ക് പ്രശ്നമുണ്ടല്ലോ മച്ചി. അവൻ പഞ്ചപാവം എന്നുള്ളത് ലോജിക്കലി ഓക്കെ, പാകണ്ട കിടന്നുറങ്ങുമെന്ന് പറഞ്ഞാൽ ലോജിക്കലി ഓക്കെ. പക്ഷെ 7 മക്കള്, അതെ അവൻ മാത്രമേ ഉറങ്ങത്തുള്ളൂ, അവൾ ഉറങ്ങത്തില്ലായിരുന്നു. അതെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കാൻ സമയമല്ല ബാബു. അതെ എനിക്കിപ്പോ വരാൻ പറ്റത്തില്ല. എനിക്ക് എന്റെ മോക്കൊക്കെ ഒരുപാട് കാര്യങ്ങളൂടെ ചെയ്ത് തീർക്കാനില്ലേ. എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും എത്രയും പെട്ടെന്ന് തീർക്കാം. ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ, ഈ സമയം അടുത്ത് വരുമ്പോ കാണാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ കാണും. ആണോ? വിശ്വസിക്കാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ നമ്മൾ കേൾക്കും, കാണും. കണ്ടോ, നിങ്ങൾക്ക് ഇപ്പൊ എന്നെ ഇപ്പോഴും വിശ്വാസം വന്നിട്ടില്ല. എനിക്ക് ചെറിയൊരു വിശ്വാസക്കുറവുണ്ട്. എനിക്കറിയാം, ഇത് നിങ്ങൾ സമയം എടുത്ത് അതുകൊണ്ടാണ്. അതുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യും, എന്തെങ്കിലും ആർക്കെങ്കിലും കൊടുക്കാനോ വാങ്ങിക്കാനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എഴുതി കൊടുക്കുകയോ വാങ്ങിക്കുകയൊക്കെ ചെയ്യൂ. ഒരു 5 മിനിറ്റ് സമയം തരാം, പെട്ടെന്ന് പോണം. അപ്പൊ എന്നെ ഇവിടുന്ന് കൊണ്ടുപോകും. ദൈവമേ, പണിയായ തന്നോട് എന്തെങ്കിലും ഒരു വേഷം കെട്ടി വന്നിട്ട് അമ്മമ്മേനെ പേടിപ്പിച്ച് സ്വത്തങ്ങനെ അടിച്ചു മാറ്റിട്ട് ഒളിച്ചോടാന്നല്ലോട് ഞാൻ പറഞ്ഞ. ഇതിപ്പോ തന്നെ കണ്ട് പേടിച്ച അമ്മമ്മ തട്ടിപ്പോയോട്. ചേരാത്ത വേഷം കെട്ടി. 7 വർഷം കൊണ്ട് നീ ഞാൻ ഇങ്ങോട്ട് സ്നേഹത്തിലാണോ? നിന്നെ ഞാൻ ഇറങ്ങി വരാൻ പറഞ്ഞ നീ എന്താ പറഞ്ഞ? ഇവരിൽ പൂത്ത പാച്ചുണ്ടെന്ന് പറഞ്ഞ വേഷം കിട്ടാനല്ലേ പറഞ്ഞ? തള്ളേനെ തട്ടാൻ ഞാൻ പറഞ്ഞില്ല. മക്കളെ അപ്പേ കൊണ്ടുപോകാൻ വേണ്ടി കാലം വന്നടി. കാലം എന്നെ കൊണ്ടുപോകാൻ വേണ്ടി വന്നിരിക്കുന്നു. വെറുതെ മനുഷ്യനെ പറഞ്ഞ് പഠിപ്പിക്കല്ലേ, ഇവിടെ ഒന്നും ആരുമില്ല. താൻ നിൽക്കണ കാലേ മക്കളെ, താൻ നിൽക്കുന്ന കാലേ അന്റെ കൊച്ചനെ കുത്തടി വേളെ. ഇവിടെ ഒന്നും ആരുമില്ല മമ്മേ. താൻ നിൽക്കുന്ന കാലേ എനിക്കൊന്നും കാണാൻ വയ്യ. താൻ നിൽക്കുന്ന കാലേ. അതെ ഞാൻ ആരെ കൊണ്ടുപോകാൻ വന്നോ ഇതൊരു ശല്യമായിരുന്നു. വരണ്ടായിരുന്നു ഇതിന്. പിന്നെ ഞാൻ ആരെ കൊണ്ടുപോകാൻ വന്നോ അവർക്ക് മാത്രമേ എന്നെ കാണാൻ പറ്റുള്ളൂ. അത് എന്നെ കൊണ്ടുപോകാൻ വേണ്ടി പണ്ട് ഒളിച്ചോടാൻ വേണ്ടി എന്റെ ഭർത്താവ് വന്നപ്പോ കൂടെ വന്നവരെ ഞാൻ കണ്ടാണില്ല. കൂടെ പാർപ്പിക്കാൻ വേണ്ടിട്ട് വിളിച്ചോണ്ട് പോകാൻ വന്നതല്ല ഞാൻ. ഒന്ന് കൊണ്ടുപോകാൻ വന്ന കാലനാണ് ഞാൻ. എന്നെ വേറെ ആർക്കും കാണാൻ പറ്റത്തില്ല. അമ്മമ്മ എന്താ ഒറ്റക്ക് നിന്ന് തനി ഇങ്ങനെ പിച്ചുമ്പേയും പറയണേ? ഇവിടെ കാലനുണ്ടടി കൊച്ചേ, എനിക്ക് കാണാൻ വയ്യ. ഞാനിപ്പോ എന്തോ ചെയ്യണ്ടേ? നിങ്ങൾ എന്തെങ്കിലും കൊടുക്കാനോ വാങ്ങിക്കാനോ ഉണ്ടെങ്കിൽ കൊടുത്താൽ പോ. എന്റെ പോത്തവിടെ നിന്ന് വെയിലുള്ളൂ. അപ്പൊ എന്നെ ഇവിടുന്ന് ഈ നിമിഷം ഇവിടെ തന്നെ കൊണ്ടുപോകാന്ന് പറഞ്ഞില്ലേ? ഉണ്ണിയാൾക്ക് കൊടുക്കാനുള്ളല്ലോ കൊടുത്തിട്ടേ മുത്തശ്ശി ഇവിടുന്ന് പോകത്തുള്ളൂ. ഇത്ര സ്നേഹം ഉണ്ടായിരുന്നു അമ്മമ്മക്ക്. പാവം. എന്താണ്ട് തള്ളെടുക്കാൻ പറ്റുന്നു. ഇപ്പൊ തന്നെ പോകാവാ. വലിയ കാര്യം പറഞ്ഞിട്ട് കാര്യങ്ങളൊക്കെ ഞാൻ കാരണമാണ് എല്ലാം ഒപ്പിച്ചു വെച്ചിട്ടുള്ളത്. ഇപ്പൊ നിന്റെ കാര്യങ്ങൾ, ഇപ്പൊ പൈസയും കാര്യങ്ങളും സ്വത്തൊക്കെ കിട്ടും. എല്ലാം സെറ്റായി. അപ്പൊ എനിക്ക് എത്ര നിനക്കെത്ര? എന്താണ് ശിവചേട്ടാ നമ്മൾ തമ്മിൽ അങ്ങനെയൊക്കെ ഉണ്ട്? നമ്മളൊന്നിച്ച് ജീവിക്കാൻ പോണവരല്ലേ? സ്വന്തം അമ്മച്ചിയെ കൊല്ലാൻ പ്ലാൻ ചെയ്തോളാം. അപ്പൊ എന്റെ കാര്യം ഒന്ന് ആലോചിച്ചോണ്ട് പറഞ്ഞിട്ട് പോയാതി. എനിക്കെത്ര നിനക്കെത്ര? ശിവചേട്ടൻ പറഞ്ഞു. ശിവചേട്ടന് വേണ്ട, ശിവചേട്ടൻ എടുക്കുക. എനിക്ക് വേണ്ട, ഞാൻ എടുത്തോളാം. ഒരു കാര്യം ചെയ്. പട്ടുമ്പളയും ഉണ്ടെന്നല്ലേ പറഞ്ഞു? പട്ടുമള രാജാവ് കൊടുത്തതാ. അത് ഞാൻ എടുത്തോളാം. പൈസ നീ എടുത്തോ. അത് രാജാവ് കൊടുത്ത പട്ടുമ്പളല്ലേ സ്വർണവും രത്നവും മാണിക്യവും കോടികൾ വില വരും. പട്ടുമ്പളയും വളയൊക്കെ എനിക്ക് ഇട്ട് കിടക്കാം. പട്ടാകുമ്പോ എനിക്ക് എന്തെങ്കിലും ചുറ്റിക്കെട്ടി കിടക്കാം. എല്ലാവരോടും പറയല്ലേ രാജാവ് നിന്ന്. ശിവചേട്ടൻ കാശ് എടുത്തോ. എനിക്ക് ഏതായിരുന്നാലും കുഴപ്പമില്ല. ഇറങ്ങാ, നമുക്ക് ചുമ്മാ കിട്ടിയാ പോരെ. വർഷങ്ങളായിട്ട് ജീവിച്ച തറവാട് വിട്ട് ഇറങ്ങുക ഞാൻ. ഇനി അടുത്ത ജന്മത്തിൽ കാണാം. പത്മാവതി അമ്മ പോവാ. തരാനുള്ളതെല്ലാം അങ്ങോട്ട് ഏൽപ്പിച്ചേച്ചേ. പത്മാവതി അമ്മ വേറെ ആരോട് യാത്ര പറയാല്ലോ. അപ്പൊ പിന്നെ നമുക്കങ്ങ് പോവാം. ഒന്നാമത് ഗ്യാസിന് വിലയാണ്. ഇതാണ് നിങ്ങൾക്ക് രാജാവ് തന്ന പട്ടുമ്പളെ. ഇത് പണ്ട് നമ്മൾ അപ്പൂപ്പന് രാജാവ് കൊടുത്തിരുന്ന ഏതോ ഒരു തുണിയുടെ പകുതി പാട്ട്. ഇതവിടെ ജോലിക്ക് നിന്ന ഏതാ കൊച്ചിന്റെ ആവാള. അതാണ് ഞാൻ പറഞ്ഞ പട്ടുമ്പളയെന്ന്. തേഞ്ഞടി തേഞ്ഞ് ഇത് കണ്ട
അയ്യോ ഇത് കണ്ട തിരോധിച്ച 2000-ന്റെ നോട്ടാണ് ഈ കയ്യിൽ വന്നിട്ടുള്ളത്. ഇത്രയും കാലം ഇതിന് വേണ്ടിയിട്ടാണല്ലോ നീ കാത്തിരുന്നത്. ഇനിയിപ്പോ എന്താ ചെയ്യും? നമ്മളെ രണ്ടുപേരും പറ്റിക്കായിരുന്നല്ലേ? നമ്മുടെ രണ്ടുപേര് ഏത് കാലനാടാ പള്ളിയിലെ ചെരുപ്പ് ഇട്ടുകൊണ്ട് നടക്കണത്? ഏത് കാലനാടാ ബ്ലൂടൂത്തിന്റെ വാച്ചും കിട്ടിക്കൊണ്ട് നടക്കണത്? ഞാൻ അവിടെ കിടന്ന് എല്ലാം കേട്ടോണ്ട് കിടക്കായിരുന്നു. നീയൊക്കെ അത് ഏത് വരെ കൊണ്ടുവന്നു വേണ്ടി ഞാൻ കണ്ടോണ്ടിരുന്നതാണ്. നീ കച്ചഞ്ഞ ഒന്നാണ്. എന്താ മമ്മി? ഇങ്ങനെയൊന്നും മുത്തശ്ശിമാരെ കൂടുതൽ അങ്ങോട്ട് സ്നേഹിക്കല്ലേ. നിങ്ങളെ പോലുള്ളവന്മാർ ഇങ്ങനെ സ്നേഹിച്ചാണ് ഈ നാട്ടിലെ അനാഥാലയങ്ങളും വൃദ്ധസാധനങ്ങളും പെരുകണത്. അതാദ്യം മനസ്സിലാക്കണം കേട്ടാ. എനിക്ക് അമ്മമ്മേനോട് ഭയങ്കര സ്നേഹ. അമ്മാമ്മ തരാനുള്ളത് നിങ്ങൾക്ക് സമയത്ത് അങ്ങ് തരും. അമ്മാമ്മയ്ക്ക് തരാനുള്ളത് ദൈവവും അങ്ങോട്ട് തരും. കാലം പോവാൻ വരട്ടെ. പോകുമ്പോ എരുമയെ കൂടെ അടിച്ചോണ്ട് അങ്ങ് പോണേ. അതെന്തിനാ അമ്മച്ചി? അല്ലെങ്കിൽ എരുമ അവിടെ കിടന്ന് തൂ മെഴുകും.